അങ്ങനെ അമേരിക്കയ്ക്ക് സംഗതി പുടി കിട്ടി പുള്ളേ. എന്താ പുള്ളേ പറയുന്നേ? നമ്മളെ മോഡിയെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. 25% തീരുവ വെച്ചു, നമ്മൾ മൈൻഡ് ചെയ്തില്ല. 50% തീരുവയാക്കി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെ ചൈനയ്ക്ക് വെച്ച് പിടിച്ചു. അപ്പം ഇങ്ങേരെന്ത് വിചാരിച്ചു? ചൈനയെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ റഷ്യയെ പോകില്ല. കാര്യം ചൈന റഷ്യ ഇന്ത്യ തമ്മിലൊക്കെ ചില കശപിശ ഉണ്ടല്ലോ. നമ്മളാരാ മക്കൾ? നമ്മൾ നേരെ റഷ്യയ്ക്ക് വെച്ച് പിടിച്ചു. അപ്പം നമ്മൾ പുട്ടിനെയും ഇങ്ങ് പിടിച്ചു, ഇപ്പുറത്ത് പോയി കടലക്കറിയെയും പിടിച്ചു, ചൈനയും പിടിച്ചു, പുട്ടും പിടിച്ചു, എല്ലാം പിടിച്ച് നമ്മൾ കോമ്പിനേഷനാക്കി. പുട്ട് വേർ പപ്പടം പടാ നമ്മൾ പിടിച്ചു. എല്ലാം കൂടി നമ്മൾ കുഴച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് 3 രാജ്യങ്ങളും തമ്മിൽ, ഇന്ത്യ ചൈന റഷ്യ തമ്മിൽ ഇങ്ങനെ ഭയങ്കര കോമ്പിനേഷനായി നല്ല അച്ച മച്ച സെറ്റായപ്പോഴാണ് വിദേശകാര്യ സെക്രട്ടറി, ഇവിടുത്തെ നമ്മുടെ അമേരിക്കയിലെ വിദേശകാര്യ സെക്രട്ടറി കൊണ്ടിളകിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടായിരിക്കും കൊണ്ടിളകിയിട്ടുണ്ട്. എന്താ കാര്യം? നമ്മുടെ നേരത്തെ ധനകാര്യമന്ത്രിയായിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്ന, ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായിട്ടൊക്കെ ഉള്ള പീയൂഷ് ഗോയലിനെ, വാണിജ്യമന്ത്രി, വിദേശകാര്യമന്ത്രിയല്ല, അത് ജയശങ്കറാണല്ലോ, നമ്മുടെ വാണിജ്യവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന പീയൂഷ് ഗോയലിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? അംബാസഡറാണ് ക്ഷണിച്ചിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറി ക്ഷണിച്ചു, അംബാസഡർ വിളിച്ചിട്ടുണ്ട്. അവരും ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ആളുകളെ ചെല്ലണം. എന്തിന്? നമുക്ക് പുതിയ വ്യാപാര കരാറുണ്ടാക്കാം. അങ്ങനെ ചരിത്രത്തിലാദ്യമായി, അമേരിക്കയുടെ ചരിത്രത്തിലാദ്യമായി അമേരിക്ക റോക്കറ്റ് പോലെ കയറി നിന്ന് അമേരിക്ക താഴെ പടക്കം പോലെ താഴെ വന്നിട്ടുണ്ട്. അതൊരു 3-4 രാജ്യങ്ങളുടെ വിജയം തന്നെയാണ്. ഇന്ത്യയുടെ മാത്രം പറയണ്ട. ഇന്ത്യ, ചൈന, റഷ്യ, ഈ രാജ്യങ്ങളുടെ വലിയ മുന്നേറ്റത്തിലൂടെയാണ് ട്രംപ് താഴെ വന്നു. ഇപ്പോൾ ഇതാ പീയൂഷ് ഗോയലിനെ വിളിക്കുന്നു, ഇന്ത്യയുമായി വ്യാപാര കരാറിന് തയ്യാറാണെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത്, യൂറോപ്യൻ യൂണിയൻ്റെ മീറ്റിങ്ങിലും ഒക്കെ ട്രംപിൻ്റെ ഒരു നിലപാടെടുത്തിരുന്നത്, ട്രംപ് പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നിടത്തോളം കാലം ഇന്ത്യയുമായി ഒരു കോംപ്രമൈസും ഇല്ലെന്നാണ്. പക്ഷേ അതെല്ലാം മാറി വളരെ വലിയ കോംപ്രമൈസിലേക്ക് വന്നിരിക്കുന്നു. നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു. പീയൂഷ് ഗോയലിനെ വിളിച്ചിട്ടുണ്ട്. വലിയ വാണിജ്യ കരാറുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തീരുവയൊക്കെ എങ്ങോട്ട് പോകും? അത് എന്തിനൊക്കെ തീരുവ കുറയ്ക്കും? ഇറക്കുമതി തീരുവ എന്തിനു കുറയ്ക്കും? കയറ്റുമതി തീരുവയിൽ എന്ത് വ്യത്യാസം വരുത്തും? എല്ലാം നമുക്കറിയാം. അടുത്ത ഒരാഴ്ച കാലം കൊണ്ട് ഈ ചർച്ചകൾ നടക്കും. എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുള്ള അത് നെഹ്റുവിൻ്റെ കാലം മുതലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ചേരാ നയം എടുക്കുന്നവരാണ്, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ഉള്ളവരാണ്. നമ്മൾ ഒരു രാജ്യത്തോടും അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു രാജ്യത്തെ നമ്മൾ തള്ളിപ്പറയാനോ മറ്റു രാജ്യത്തെ കയറ്റിപ്പിടിക്കാനൊന്നും നമ്മളില്ല. എല്ലാ കാലവും ഇത് തന്നെയാണ്, ഒരു സമഭാവന, ഒരു സനാതന ഭാവന. പക്ഷേ ഇപ്പോഴത് വീണ്ടും വിജയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നേപ്പാളിൽ നിന്ന് ജനങ്ങൾ വിളിക്കുകയാണ്, ഒരു മോഡിയെ തരൂ ഞങ്ങൾക്കെന്ന്. അത് മോഡി എന്നുള്ള BJP എന്നുള്ള അല്ല, അവിടെ ഒരു വ്യക്തി ഭയങ്കരമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അതിൽ വലിയ വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നു. എന്തായാലും അമേരിക്ക താഴേക്ക് വന്നിട്ടുണ്ട്. വാണിജ്യ കരാർ വരാൻ പോകുന്നു. പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് എന്തൊക്കെ നടപടികൾ വേണമെന്ന്. തീർച്ചയായിട്ടും പിന്നെ അമേരിക്കയോടാണ് ഈ കരാർ എന്നുള്ളതൊരു ഭീഷണി ഉണ്ട്. കാരണം അവർ എങ്ങനെ നോക്കിയാലും 4 കാലിൽ വീണാലും തല മുകളിലോട്ട് വെച്ച് നിൽക്കുന്നൊരു സൈസാണ് ഈ അമേരിക്ക. അതുകൊണ്ട് അവരോട് കരാറിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കണം. അവർ വലിയ കോർപ്പറേറ്റ് സംവിധാനങ്ങളെ വളർത്തുന്ന ഒരു രാജ്യത്തിൻ്റെ രീതിയാണ് അവർക്കുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം പോരല്ലോ. നമുക്കിവിടെ ദരിദ്ര നാരായണന്മാരായിട്ടുള്ള കോടാനുകോടി ജനങ്ങളുള്ള രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ രാജ്യത്തെ പാവങ്ങളുടെയും പട്ടിണിക്കാരുടെയും ഒക്കെ ദരിദ്രരുടെയൊക്കെ ക്ഷേമം കൂടി മനസ്സുകൊണ്ടുള്ള കരാറുകളിലും കാര്യങ്ങളിലും ഏർപ്പെടേണ്ടതുണ്ട്. എന്തായാലും വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. വരുന്ന പ്രോഗ്രസ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴിയും ജനങ്ങൾക്ക് നൽകുന്നതാണ്.